അതാണ് കോഴിക്കോടും ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സദസ്സുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിലാണ് കൂട്ടായ്മ. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ആരൊക്കെ ഉണ്ടാകും? എന്തായാലും ഈ ഉറച്ച നിലപാടിൽ ആരൊക്കെ ഐക്യദാർഢ്യ സദസ്സിൽ പങ്കെടുക്കും? റോഷ്നി, കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് പരിപാടിയുടെ വേദി മാറ്റിയിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്തായിരിക്കും. കാരണം മിഠായി തെരുവിൽ ഇപ്പോൾ നവീകരണ പ്രവൃത്തികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിന് പരിസരത്തായിരിക്കും ഈ പെൺ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക സംഗമം നടക്കുക. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ തന്നെയാണ് കോഴിക്കോടും ഈ സാംസ്കാരിക സംഗമം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളടക്കം, അതായത് കെ അജിത അടക്കമുള്ള, സുഹറ അടക്കമുള്ള കോഴിക്കോടിൻ്റെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്താകെയും ഇത്തരത്തിലൊരു പരിപാടി, ഇത്തരത്തിലൊരു കൂട്ടായ്മ, സാംസ്കാരിക പ്രവർത്തകരുടെയും സ്ത്രീപക്ഷ പ്രവർത്തകരുടെയും ഒക്കെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിവർ എന്ന് അറിയുന്നു. അതായത് സംസ്ഥാന സർക്കാർ അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് തന്നെ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തന്നെ അവൾക്കൊപ്പം എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കെ അജിത അല്പസമയത്തിന് മുൻപ് നമ്മളോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാവരെയും ഇവർ ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. അതായത് ഈ കൊട്ടേഷൻ റേപ്പിനെതിരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ സ്ത്രീപക്ഷ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് 5 മണിക്ക് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ഈ പരിപാടി അരങ്ങേറുന്നത്. ശരി, സാനിയോ മനോമിയാണ് കോഴിക്കോട്ടെ പരിപാടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് പരിപാടികൾ നടക്കുന്നത്.